Hello everyone and welcome back to our channel. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹമുള്ളവരല്ലേ നിങ്ങൾ? പക്ഷേ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഗ്രാമർ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? എങ്കിൽ പേടിക്കേണ്ട. ഗ്രാമർ ഈസിയായി മനസ്സിലാക്കാനും ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിക്കാനും നിങ്ങളെ സഹായിക്കുന്ന നമ്മുടെ മറ്റൊരു ക്ലാസ് ആണ് കേട്ടോ ഇത്. ഇന്നത്തെ ഒറ്റ വീഡിയോ കൊണ്ട് ഈ പ്രശ്നം നമുക്ക് എന്നേക്കുമായി മാറ്റാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 സെക്ഷനായിട്ടാണ് പഠിക്കുന്നത്. ഒന്ന്, ഡെയിലി യൂസേജ് സെന്റൻസസ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 30 കാര്യങ്ങൾ ഗ്രാമർ മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ പഠിക്കും. 2, വൊക്കാബുലറി റീക്യാപ്പ്. പഠിച്ച വാക്കുകളുടെ 3 കാലത്തിലുമുള്ള രൂപമാറ്റം നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യും. 3, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇന്ന് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ അവസാനം ഒരു റാപ്പിഡ് ഫയർ ക്വിസ് മത്സരവുമുണ്ട്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. Daily usage sentences. ഞാൻ മുറി വൃത്തിയാക്കാറുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I clean the room. I clean the room. ഇതൊരു ശീലമാണ്, അതുകൊണ്ട് ക്ലീൻ എന്ന് മാത്രം മതി. ഞാൻ മുറി വൃത്തിയാക്കി. ഇത് കഴിഞ്ഞുപോയ കാര്യമാണല്ലേ, പാസ്റ്റ് ടെൻസ്. അപ്പോ I cleaned the room. വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ക്ലീനിന്റെ കൂടെ ed ചേർക്കണം. cleaned. I cleaned the room. ഞാൻ മുറി വൃത്തിയാക്കും. ഇവിടെ ഏത് ടെൻസാണ്? ഫ്യൂച്ചർ ടെൻസാണല്ലേ, സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോ will ഉപയോഗിക്കണം. I will clean the room. ഭാവിയിൽ ചെയ്യും, അതുകൊണ്ട് will clean. I will clean the room. ഞാൻ ജനൽ തുറക്കാറുണ്ട്. I open the window. തുറക്കുക എന്നാൽ open. I open the window. ഞാൻ ജനൽ തുറന്നു. ഇവിടെ past tense. എങ്ങനെ പറയാം? I opened the window. തുറന്നു കഴിഞ്ഞു. അപ്പോൾ opened എന്ന് പറയണം. I opened the window. ഞാൻ കട തുറക്കും. ഭാവികാലം. അപ്പോ I will open the shop. ഇനി തുറക്കും. will open. I will open the shop. രാത്രി ഞാൻ ഗേറ്റ് അടക്കാറുണ്ട്. നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ ചിന്തിച്ചു നോക്കൂ. രാത്രി ഞാൻ ഗേറ്റ് അടക്കാറുണ്ട്. I close the gate at night. അടയ്ക്കുക എന്നാൽ close. I close the gate at night. ഞാൻ വാതിലടച്ചു. ഭൂതകാലമാണല്ലേ, അതായത് past tense. I closed the door. അടച്ചു കഴിഞ്ഞു. closed. I closed the door. ഞാൻ അക്കൗണ്ട് അവസാനിപ്പിക്കും. I will close the account. ഇവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നാണ് അർത്ഥം. will close. I will close the account. ഇനിയുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ഞാൻ പണം കൊടുക്കാറുണ്ട്. I give money. കൊടുക്കുക എന്നാൽ give. ഞാൻ പണം കൊടുക്കാറുണ്ട്. I give money. ഞാൻ പണം കൊടുത്തു. I gave money. ഇവിടെ ശ്രദ്ധിക്കുക, give എന്ന വാക്ക് മാറി gave എന്നായി. ഗിഫ്റ്റ് എന്ന് പറയരുത്, gave ആണ് ശരി. I gave money. ഞാൻ അത് തിരികെ തരാം. I will give it back. ഇനി തരാം എന്നാണ്, അപ്പോൾ will give. I will give it back. ഞാൻ മരുന്ന് കഴിക്കാറുണ്ട്. I take medicines. ഇവിടെ എടുക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്ന അർത്ഥത്തിൽ take ഉപയോഗിക്കാം. ഞാൻ മരുന്ന് കഴിക്കാറുണ്ട്. I take medicines. ഞാൻ താക്കോൽ എടുത്തു. I took the key. ശ്രദ്ധിക്കുക, എടുത്തു കഴിഞ്ഞു എന്ന് പറയാൻ taked എന്ന് പറയരുത്, took എന്നാണ് പറയേണ്ടത്. take മാറി took I. I took the key. ഞാൻ അവധിയെടുക്കും. I will take leave. ഇനി എടുക്കും will take. അപ്പോ ഞാൻ അവധിയെടുക്കും എന്നത് I will take leave. ഞാൻ വീട്ടിലേക്ക് പണം അയക്കാറുണ്ട്. I send money home. അയക്കുക എന്നാൽ send. ഞാൻ വീട്ടിലേക്ക് പണം അയക്കാറുണ്ട്. I sent money home. ഞാനൊരു മെസ്സേജ് അയച്ചു. I sent a message. അയച്ചു കഴിഞ്ഞു എന്നു പറയാൻ send എന്നതിലെ d മാറി t ആകും, sent. അപ്പോ ഞാനൊരു മെസ്സേജ് അയച്ചു. I sent a message. ഞാൻ ഫോട്ടോ അയച്ചു തരാം. I will send the photo. കണ്ടില്ലേ, അയക്കാം എന്നു പറയാൻ will send ആണ് ഉപയോഗിച്ചത്. I will send the photo. ഞാൻ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. I ask doubts. ചോദിക്കുക എന്നാൽ ask. I ask doubts. ഞാൻ അവനോട് ചോദിച്ചു.
കഴിഞ്ഞ കാര്യമാണല്ലേ, പാസ്റ്റ് ടെൻസ്. അപ്പോ ആസ്ക് മാറി ഇവിടെ ആസ്ക്ഡ് ആവും. ഐ ആസ്ക്ഡ് ഹിം. ഞാൻ അവനോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം. ഞാൻ ഡോക്ടറോട് ചോദിക്കാം. ഐ വിൽ ആസ്ക് ദ ഡോക്ടർ. ഇനി ചോദിക്കാം. വിൽ ആസ്ക്. ഐ വിൽ ആസ്ക് ദ ഡോക്ടർ. ഞാൻ എന്നും എഴുതാറുണ്ട്. ഐ റൈറ്റ് എവ്രി ഡേ. എഴുതുക എന്നാൽ റൈറ്റ്. ഐ റൈറ്റ് എവ്രി ഡേ. ഞാനൊരു കത്തെഴുതി. ഐ റോട്ട് എ ലെറ്റർ. ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് എന്നതിന്റെ പാസ്റ്റ് റോട്ട് എന്നാണ്. റൈറ്റഡ് എന്ന് പറയരുത്. ഐ റോട്ട് എ ലെറ്റർ. ഞാൻ പരീക്ഷ എഴുതും. ഐ വിൽ റൈറ്റ് ദി എക്സാം. ഇനി എഴുതും. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വിൽ റൈറ്റ് ഉപയോഗിക്കുന്നു. ഐ വിൽ റൈറ്റ് ദി എക്സാം. ഞാൻ രാവിലെ നടക്കാറുണ്ട്. ഐ വാക്ക് ഇൻ ദ മോർണിംഗ്. നടക്കുക എന്നാൽ വാക്ക്. ഇവിടെ എൽ എന്ന അക്ഷരം ഉച്ചരിക്കരുത്. വാക്ക് എന്ന് പറയണം. ഐ വാക്ക് ഇൻ ദ മോർണിംഗ്. ഞാൻ 2 കിലോമീറ്റർ നടന്നു. ഐ വാക്ക്ഡ് 2 കിലോമീറ്റേഴ്സ്. നടന്നു കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് വാക്ക്ഡ്. ഞാൻ 2 കിലോമീറ്റർ നടന്നു. ഐ വാക്ക്ഡ് 2 കിലോമീറ്റേഴ്സ്. ഞാൻ നിന്റെ കൂടെ നടക്കാം. ഐ വിൽ വാക്ക് വിത്ത് യു. ഇനി നടക്കാം. വിൽ വാക്ക് ഫ്യൂച്ചർ ടെൻസ്. ഐ വിൽ വാക്ക് വിത്ത് യു. ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട്. ഐ ഹെൽപ്പ് മൈ മദർ. സഹായിക്കുക എന്നാൽ ഹെൽപ്പ്. ഐ ഹെൽപ്പ് മൈ മദർ. ഞാൻ സഹായിച്ചു. കഴിഞ്ഞ കാര്യമല്ലേ, പാസ്റ്റ് ടെൻസ്. ഐ ഹെൽപ്ഡ്. സഹായിച്ചു കഴിഞ്ഞു. ഹെൽപ്ഡ്. ഐ ഹെൽപ്ഡ്. ദൈവം നമ്മളെ സഹായിക്കും. ഗോഡ് വിൽ ഹെൽപ്പ് അസ്. സഹായിക്കും. വിൽ ഹെൽപ്പ് ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ, അതുകൊണ്ട് വിൽ ഉപയോഗിച്ചു. ദൈവം നമ്മളെ സഹായിക്കും. ഗോഡ് വിൽ ഹെൽപ്പ് അസ്. Vocabulary Recap. ശരി, ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സെക്ഷനാണ്. നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 5 വാക്കുകൾ ഒന്നുകൂടി നോക്കാം. 1. ഗീവ്. കൊടുക്കുക. ഇതിന്റെ പാസ്റ്റ് ഗെയ്വ് എന്നാണ്. കൊടുത്തു. ഫ്യൂച്ചർ വിൽ ഗിവ്. കൊടുക്കും. ഗിവ്, ഗേവ്, വിൽ ഗിവ്. 2. ടേക്ക്. എടുക്കുക. പാസ്റ്റ് ടുക്ക്. എടുത്തു. ഫ്യൂച്ചർ വിൽ ടേക്ക്. എടുക്കും. ടേക്ക്, ടുക്ക്, വിൽ ടേക്ക്. 3. സെൻഡ്. അയയ്ക്കുക. പാസ്റ്റ് സെൻഡ്. അയച്ചു. ഫ്യൂച്ചർ വിൽ സെൻഡ്. അയയ്ക്കും. സെൻഡ്, സെൻഡ്, വിൽ സെൻഡ്. 4. റൈറ്റ്. എഴുതുക. പാസ്റ്റ് റോട്ട്. എഴുതി. ഫ്യൂച്ചർ വിൽ റൈറ്റ്. എഴുതും. റൈറ്റ്, റോട്ട്, വിൽ റൈറ്റ്. 5. ആസ്ക്. ചോദിക്കുക. പാസ്റ്റ് ആസ്ക്ഡ്. ചോദിച്ചു. ഫ്യൂച്ചർ വിൽ ആസ്ക്. ചോദിക്കും. ആസ്ക്, ആസ്ക്ഡ്, വിൽ ആസ്ക്. എക്സലന്റ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്കൊരു ചെറിയ ക്വിസ് ചെയ്തു നോക്കാം. Question and answer. ഞാനൊരു കാര്യം മലയാളത്തിൽ പറയും. നിങ്ങൾ ആലോചിച്ച് അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് പറയണം. തെറ്റുകൾ വന്നാലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ധൈര്യമായി പറയാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം. ഞാൻ കത്തെഴുതി. ഐ റോട്ട് എ ലെറ്റർ. റൈറ്റഡ് എന്ന് പറഞ്ഞില്ലല്ലോ, അല്ലേ? റോട്ടാണ് ശരി. ഭൂതകാലം, അതായത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് റോട്ടാണ് ഉപയോഗിച്ചത്. ഐ റോട്ട് എ ലെറ്റർ. അടുത്ത ചോദ്യം. ഞാൻ നാളെ തരാം. ഐ വിൽ ഗിവ് ടുമോറോ. ഇവിടെ ഭാവികാലമാണല്ലേ, ഫ്യൂച്ചർ ടെൻസ്. അപ്പോ വിൽ ഉപയോഗിച്ചു. ഐ വിൽ ഗിവ് ടുമോറോ. മൂന്നാമത്തെ ചോദ്യം. ഞാൻ താക്കോലെടുത്തു. ഐ ടുക്ക് ദ കീ. ടേക്ഡ് എന്ന് പറയരുത്. ടുക്ക് എന്നാണ് പറയേണ്ടത്. പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞുപോയ കാര്യം. ഞാൻ താക്കോൽ എടുത്തു. ഐ ടുക്ക് ദ കീ. നാലാമത്തെ ചോദ്യം. ഞാൻ ഡോക്ടറോട് ചോദിക്കും. ഐ വിൽ ആസ്ക് ദ ഡോക്ടർ. ഇവിടെ ഏത് ടെൻസാണ്? ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ, അതായത് ഭാവികാലം. ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടറോട് ചോദിക്കും. ഐ വിൽ ആസ്ക് ദ ഡോക്ടർ. അവസാനത്തെ ചോദ്യം. ഞാൻ മെസ്സേജ് അയച്ചു. ഐ സെൻഡ് എ മെസ്സേജ്. ഇവിടെ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞുപോയ കാര്യം, അതായത് ഭൂതകാലമായതുകൊണ്ട് സെൻഡ് മാറി സെൻഡായി. ഗ്രേറ്റ് ജോബ്.
നിങ്ങളിന്ന് നന്നായി പ്രാക്ടീസ് ചെയ്തു അല്ലേ? ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും പേടിയില്ലാതെ നന്നായി സംസാരിക്കാൻ ഇതുപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഇതുപോലുള്ള ക്ലാസുകൾ ഇനിയും വേണോ? കമന്റ്സിൽ പറയാൻ മറക്കരുതേ. കൂടാതെ നിങ്ങൾക്കൊരു ചോദ്യവും ഞാൻ തരാം. കാണുക എന്ന അർത്ഥം വരുന്ന സീ എന്ന വാക്കിന്റെ ഭൂതകാല രൂപം, അതായത് പാസ്റ്റ് ടെൻസ് എന്താണ്? കണ്ടു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അറിയാവുന്നവർ ഇതിന്റെ ഉത്തരം കമന്റ്സിൽ എഴുതണേ. അത് കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ബൈ.